ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 12 ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ്. അവസാന മണിക്കൂർ വോട്ടിങ്ങിലോട്ടൊക്കെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാന മണിക്കൂർ വോട്ടിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് വോട്ടിംഗ് മുന്നിലെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് വൻ പരാജയം ഏറ്റുവാങ്ങി പിന്നോട്ട് പോയിരിക്കുന്നതും എവിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 9 പേര് ഹൗസിൽ ബാക്കി നിൽക്കുകയായിരുന്നു. അതിൽ ഇന്ന് ഷാനവാസിന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഷാനവാസിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ. ഇതുവരെ ഷാനവാസ് തിരിച്ച് ഷോയിലോട്ട് കയറിയിട്ടില്ല. എന്തൊക്കെയാണ് സംഭവപരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ തന്നെ ഈ ആഴ്ച ആ ഹൗസിനകത്ത് അരങ്ങേറിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം തണുത്തു തുടങ്ങിയ ഒരു വീടിനെ കാണാൻ സാധിക്കുമ്പോൾ വോട്ടിങ്ങിൽ ഇന്ന് രാത്രിയോടുകൂടി എടുക്കുമ്പോൾ ആരാണ് മുന്നിലെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടൻ തന്നെയാണ്. വോട്ടിംഗ് വൻ കുതിപ്പ് തന്നെ സ്വന്തമാക്കാൻ അനീഷേട്ടന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ അനീഷേട്ടനെ പോലെ തന്നെ നല്ലൊരു മനുഷ്യൻ നിലവിൽ ആ ഒരു സീസണിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. 1,07,498 വോട്ടുമായിട്ട് അനീഷേട്ടൻ വലിയൊരു കുതിപ്പ് തന്നെ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം കാഴ്ചവെക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. 1,05,532 വോട്ടുകൾ സ്വന്തമാക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അനുമോളും അനീഷും നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കി പ്രേക്ഷകരുടെ പ്രിയങ്കരാണെന്ന് തെളിയിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുക നൂറനെയാണ്. നൂറയ്ക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 82,395 വോട്ടുകളുമായിട്ട് നൂറ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് ആര്യനെ കാണാൻ സാധിക്കുന്നത്. 84,608 വോട്ടുകളോളം ആര്യനും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആര്യനും ഈ ആഴ്ച ബിഗ് ബോസ് തുടരും തോന്നിക്കുന്ന രീതിയിലാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത്. 79,312 വോട്ടുമായിട്ട് അക്ബറും ബിഗ് ബോസിൽ തുടരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അക്ബറിനും ആര്യനും സേഫ് സോണിലോട്ട് മാറാൻ സാധിച്ചപ്പോൾ ഡേഞ്ചർ സോണിലായിരിക്കുന്ന രണ്ടുപേര് നെവിനും സാവുമാനുമാണ്. ആറാം സ്ഥാനത്ത് സാവുമാൻ വോട്ടിംഗ് വൻ കുതിപ്പുവനെ നടത്തുന്നുണ്ട്. 75,859 വോട്ടുമായിട്ട് സാവുമാൻ വോട്ടിംഗ് കുതിച്ചു വരുമ്പോൾ നിലവിൽ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ നെവിനെയാണ് കാണാൻ സാധിക്കുന്നത്. 62,467 വോട്ടാണ് നെവിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നെവിൻ്റെ പ്രവർത്തികൾക്കുള്ള തിരിച്ചടി തന്നെയാണ് നെവിൻ വോട്ടിങ്ങിൽ പിന്നോട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നെവിൻ തന്നെ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അൺഒഫീഷ്യൽ വോട്ടിങ്ങിലെല്ലാം തന്നെ നെവിനായിരുന്നു വോട്ട് കുറവെങ്കിലും ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരുപക്ഷെ ലക്ഷ്മിക്കായിരിക്കും വോട്ട് കുറവ്. എന്തൊക്കെയാണ് ഈ ആഴ്ച നെവിന് പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ലഭ്യമാകുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് വരെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇനിയുള്ള മണിക്കൂറുകളാണ് ഇനിയുള്ള അവസാന നിമിഷ വോട്ടിംഗ് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.